ആക്രമണ സ്വഭാവമുള്ള തെരുവ് നായ ആക്രമിക്കാൻ വന്നാലോ? അത്തരം സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. എല്ലാ തെരുവ് നായ്ക്കളും ആക്രമണ സ്വഭാവമുള്ളവയല്ല. ഇപ്പോൾ എൻ്റെ ഏരിയയിലൊക്കെ ഒരുപാട് തെരുവ് നായ്ക്കളുണ്ട്. അതൊന്നും ആരെയും ഉപദ്രവിക്കാറില്ല. ഞാനൊക്കെ അതിന് ഭക്ഷണം പോലും കൊടുക്കാറുണ്ട്. എങ്കിലും ആക്രമണ സ്വഭാവമുള്ള ചില തെരുവ് നായ്ക്കളുണ്ട്. അത്തരം നായ്ക്കൾ നമ്മളെയും കുട്ടികളെയും ഒക്കെ ഓടിക്കാറുമുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കുമെന്നാണ് ആപ്ലിക്കേഷൻ്റെ ഡെവലപ്പർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരീക്ഷിച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷിച്ച് വിജയിക്കുമോ വിജയിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവനാണ് ഇന്നത്തെ വീഡിയോയിലെ നായകൻ. അപ്പോൾ നമ്മുടെ തോന്നിയാസം കാണിക്കാനുള്ളതല്ല ഇത്തരം ജീവജാലങ്ങൾ. അപ്പോൾ ആദ്യം അവൻ്റെ വിശപ്പൊന്ന് അടക്കി കൊടുക്കട്ടെ. അപ്പോൾ എന്നും ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നൊരു ഡോഗാണ്. അപ്പോൾ അവന് ഞാൻ കൊടുത്തു ഭക്ഷണം. അവൻ വയറ് നിറച്ച് തിന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻ ആരെയും ശല്യം ചെയ്യാത്ത, കടിക്കാത്ത, ഉപദ്രവിക്കാത്ത ഒരു ഡോഗാണ്. അതുകൊണ്ട് തന്നെ അവനെ ശല്യം ചെയ്യാതെ നമുക്ക് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാം. വീണ്ടും ഭക്ഷണം കൊടുക്കുമോ എന്നറിയാൻ വേണ്ടി കാത്തു നിന്നതാണ്. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ എന്ന്. അതിൽ നിന്നൊരു ബീപ്പ് ശബ്ദം ഉണ്ടാവും ഫ്രീക്വൻസി മാറ്റുന്നതിനനുസരിച്ച്. അപ്പോൾ ആദ്യത്തെ ഫോണിൽ വർക്ക് ചെയ്തില്ല, കുറേ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഇത് രണ്ടാമത്തെ ഫോണാണ്. രണ്ടാമത്തെ ഫോണിൽ ഞാൻ ഇതുപോലെ പല ഫ്രീക്വൻസിയും സെറ്റ് ചെയ്ത് നോക്കി. പല ഫ്രീക്വൻസി സെറ്റ് ചെയ്തപ്പോൾ ഒരു തവണ ഇത് ഓടി. ഏതൊരു ഫ്രീക്വൻസിയാണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. സാധാരണ ഞാൻ വിളിച്ച ഉടനെ ഇവൻ വരുന്നതാണ്. ഇത്തവണ വരുന്നില്ല. കാരണം ഫോണിൽ ഈ ശബ്ദം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അടുത്ത് പോകുമ്പോൾ അത് ദൂരേക്ക് പോകുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വരണം എന്നുണ്ട്, പക്ഷെ അവന് ഈ ശബ്ദം ഡിസ്റ്റർബ് ആകുന്നുണ്ട്. അപ്പോൾ ചില ഫോണുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലാ ഫോണുകളിലും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ അതിനുശേഷം 5-6 ഫോൺ വേറെയും നോക്കിയിരുന്നു. ഈ ഒരു ആപ്ലിക്കേഷൻ വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ല. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡോഗ്സ് തൊട്ടടുത്ത് വരില്ല എന്ന് തോന്നുന്നു. കാരണം ഞാൻ അടുത്ത് പോകുന്ന സമയത്ത് അത് ദൂരെ പോകുന്നുണ്ടായിരുന്നു. 6ഓളം ഫോണിൽ ട്രൈ ചെയ്തിട്ട് ഈ ഒരു ഫോണിലാണ് വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രീക്വൻസിയും ശബ്ദവും ഒക്കെ കറക്റ്റ് ആകുമ്പോൾ ഇത് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം പ്ലേ സ്റ്റോറിലും ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിലും ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉറപ്പൊന്നും ഇല്ലെങ്കിലും ചില ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ട്രൈ ചെയ്യുമ്പോൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ വളരെ സുരക്ഷ നോക്കിയിട്ട് മാത്രമേ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ടെസ്റ്റ് ചെയ്ത ഡോഗ് എന്ന് പറഞ്ഞാൽ ആരെയും ഉപദ്രവിക്കാത്തതാണ്. അതുകൊണ്ട് ആണ് ഇത്രയും ധൈര്യത്തിൽ എൻ്റെ മോൻ്റെ കയ്യിലൊക്കെ ഫോൺ കൊടുത്തിട്ടൊക്കെ ഞാൻ ട്രൈ ചെയ്തത്. അപ്പോൾ നിങ്ങളും സുരക്ഷ നോക്കിയിട്ട് മാത്രമേ ട്രൈ ചെയ്യാൻ പാടുള്ളൂ. കുട്ടികളുടെ കയ്യിലൊന്നും ഫോൺ കൊടുക്കരുത്. അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും ഫേസ്ബുക്കിലുള്ളവർക്ക് മുകളിൽ ക്യാപ്ഷനിലും ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. വളരെ സാവധാനത്തിൽ 10 സെക്കൻഡെങ്കിലും എടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാർട്ടടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.